ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം കപ്പ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. കപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഡെസേർട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഈ ഡെസേർട്ട് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടാണ് കാരമൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അതൊന്ന് കാരമൽ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ പഞ്ചസാര മെൽറ്റായി വരാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ രാവിലത്തെ ബാക്കിയുള്ള കപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഡയറക്റ്റ് എടുക്കുകയെന്നുണ്ടെങ്കിൽ അത് ഗ്രേറ്റ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചൂറ്റിയിട്ട് എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനത്തെ പീസ് ആയതുകൊണ്ട് തന്നെ ഇത് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. കപ്പ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പഞ്ചസാര ഇതാ മെൽറ്റായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റായിട്ട് നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് തന്നെ കാരമലായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ 1 ലിറ്റർ പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ കാരമൽ ചെയ്തത് ഒന്ന് കട്ട പിടിക്കും കേട്ടോ. അത് കണ്ട് പേടിക്കൊന്നും വേണ്ട. അത് കുറച്ച് സമയം കഴിയുമ്പോൾ അങ്ങനെ മെൽറ്റ് ആയിക്കോളൂ കേട്ടോ. നമ്മൾ ഈ ചൂടുള്ളതിലേക്ക് തണുപ്പ് ഒഴിക്കുമ്പോൾ കട്ട പിടിക്കില്ല. അതാണ് സംഭവം. ഈ പാലും കൂടെ ചൂടാകുന്ന സമയത്ത് ഇത് നന്നായിട്ട് തന്നെ മെൽറ്റായി വരും കേട്ടോ. ഇതിപ്പോൾ നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കപ്പ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കപ്പ ചേർത്ത് കൊടുത്തപ്പോൾ പാലൊന്ന് പിരിഞ്ഞു പോയിട്ടോ. പക്ഷെ കുഴപ്പമില്ല, ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്ന് കുറുകി വരാൻ തുടങ്ങും. അപ്പോൾ ഇതുപോലെ കുറുകി വരും കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, അതാണ് സെറ്റ് ആയിക്കോളും. അപ്പോൾ ഇത് നല്ലോണം ഇതുപോലെ ഒന്ന് ടൈറ്റ് ആയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ടൈറ്റ് ആവുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ലോണം വേവിച്ച കപ്പയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ രാവിലത്തെ ബാക്കിയുള്ള കപ്പയാണെന്ന്. നമ്മൾ ഇതിലേക്ക് ഡയറക്റ്റ് കപ്പ ഗ്രേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത്. കുറച്ച് സമയം കൂടെ കഴിഞ്ഞപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്കൊന്ന് വറവിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിലേക്ക് പീനട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ ഇതിൽ കിടന്ന് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ച് 2 ടീസ്പൂൺ മിൽമ നെയ്യാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് അധികം പീനട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉണക്കമുന്തിരി അത് കൂടുതൽ ആർക്കും ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ കുറച്ച് മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ വറുത്തെടുത്തത് ഈ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരല്പം വാനില എസൻസും പിന്നെ മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കുക.
അപ്പോൾ ഇതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കപ്പ് കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ, താങ്ക് യു.